നിങ്ങളുടെ വീട്ടിൽ ഒരു അശ്വതി നക്ഷത്രക്കാരനോ ഒരു അശ്വതി നക്ഷത്രക്കാരിയോ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന 2025 അശ്വതി നക്ഷത്രത്തിന്റെ സമ്പൂർണ്ണ നക്ഷത്രഫലം നിങ്ങൾ കേൾക്കണം. അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് മഹാത്ഭുതങ്ങൾ നടക്കാൻ പോകുന്ന, ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ പോകുന്ന ഒരു വർഷമാണ് ഈ 2025 വിഷു വർഷം എന്ന് പറയുന്നത്. അതായത് ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ഒരു വർഷത്തെ 2025 വിഷുഫലം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കേൾക്കാം അശ്വതി നക്ഷത്രത്തിന്റെ 2025 മലയാളത്തിൽ ആദ്യമായി ഏറ്റവും സമഗ്രവും വിശ്വാസയോഗ്യവും അനുഭവസ്ഥമാകാൻ പോകുന്നതുമായ ആ വിഷുഫലത്തെ പറ്റി. അശ്വതി നക്ഷത്രത്തെ പറ്റി പറയുമ്പം ഈ നക്ഷത്രക്കാർക്ക് 2025 ഈ വിഷു പ്രദാനം ചെയ്യുന്നത് വളരെ നല്ല ഒരു വർഷമാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അല്ലറ ചില്ലറ ദോഷങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. അതിനുള്ള പരിഹാരവും ഞാൻ പറഞ്ഞു തരുന്നതാണ്. മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് അശ്വതി നക്ഷത്രത്തിന് ഏറ്റവും സൗഭാഗ്യകരമായിട്ടുള്ള, ഏറ്റവും ഐശ്വര്യമായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് ഈ വിഷുവർഷം കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മംഗള കാര്യങ്ങൾക്കുള്ള യോഗം ഈ ഒരു വിഷു കഴിയുന്നോടുകൂടി കാണുന്നുണ്ട് കേട്ടോ. കുടുംബത്തിൽ മംഗളകാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പം വിവാഹമാകാം, സന്താന യോഗമാകാം, ഈ എന്തെങ്കിലും വലിയ രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ വരുന്നതാകാം. അതായത് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ, ചിലപ്പോൾ ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും സൗഭാഗ്യകരമെന്ന് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നടന്നു കിട്ടുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു PSC പരീക്ഷയൊക്കെ എഴുതി ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ്, ചിലപ്പോൾ അത് കിട്ടാനുള്ള യോഗം. ഒരുപക്ഷെ ഒരു വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്, അത് നടന്നു കിട്ടാനുള്ള യോഗം. അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും സൗഭാഗ്യകരമെന്ന് കരുതുന്ന ഒരു മംഗളകാര്യം നടക്കാൻ പോകുന്ന വർഷമായിരിക്കും ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ഒരു വർഷക്കാലം എന്ന് പറയുന്നത്. അത്രയേറെ സൗഭാഗ്യത്തിന്റെ നടുക്കാണ് അശ്വതി നക്ഷത്രം. തൊഴിൽ സംബന്ധമായിട്ട് നല്ല ഉയർച്ച കിട്ടുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. തൊഴിലിൽ സ്ഥാനക്കയറ്റം, വരുമാന വർധനവ്, ഇതിനൊക്കെയുള്ള യോഗം ഈ 2025 വർഷം ഈ അശ്വതി നക്ഷത്രത്തിന് കാണുന്നുണ്ട്. ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ഒരു കാലം അത്തരത്തിൽ ഉയർച്ചയുടെ ദിവസങ്ങളായിരിക്കും വന്നു ചേരുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥര്, പൊതുപ്രവർത്തകര്, രാഷ്ട്രീയക്കാര്, പോലീസ്, ഇങ്ങനെയൊക്കെയുള്ള അധികാരങ്ങൾ കയ്യേറുന്ന സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ഉയർച്ച കൈവരുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ വർഷം എന്ന് പറയുന്നത്. ധനപരമായിട്ട് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. ജീവിതത്തിൽ കടങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈശ്വരനായിട്ടൊരു വഴി തെളിയിച്ചു തരും. ആ കടങ്ങളൊക്കെ തീർക്കാനുള്ള അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും. ഒരുപാട് കാലമായിട്ട് മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ച് ഇറങ്ങി പുറപ്പെട്ടിട്ട് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ നടക്കാതെ വളരെ വിഷമിച്ചിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പുതിയ പുതിയ കാര്യങ്ങൾക്ക് പുറപ്പെടാനും, പുതിയ പുതിയ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാനും, പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാനും ഒക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ വിഷു കഴിയുന്നതോടുകൂടി ഇവരെ സംബന്ധിച്ചിടത്തോളം, അശ്വതിക്കാരെ സംബന്ധിച്ചിടത്തോളം കൈവരാൻ പോകുന്നത്. കലാ കായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. കുട്ടികളൊക്കെ അരങ്ങേറ്റം കുറിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, കലാമേഖലയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും ഈ വിഷു കഴിഞ്ഞുള്ള സമയം, പ്രത്യേകിച്ചും ഈ വിഷുവിനോട് അടുപ്പിച്ച സമയമൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണ്. അതുപോലെ പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും വിദ്യ കൊണ്ട് വിജയം നേടാൻ പറ്റുന്ന ഒരു കാലത്തിലേക്കാണ് ഈ വിഷു പിറക്കുന്നത് എന്ന് പറയുന്നത്. അതായത് ഇവർക്ക് പഠിച്ച് ഇവരാഗ്രഹിച്ച രീതിയിൽ പഠനത്തിലൂടെ വിജയം നേടാൻ, ഉപരിപഠനത്തിന്, ഉന്നത വിദ്യാഭ്യാസത്തിന്
യോഗ്യത നേടാൻ, ഏതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ ഇവർക്ക് പഠിക്കാനും ആ പഠിച്ചതിലൂടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ഒരു വർഷക്കാലം എന്ന് പറയുന്നത്. ഭഗവാന്റെ ഒരു അനുഗ്രഹം ഏറ്റവും കൂടുതലുള്ള സമയത്തിലൂടെയാണ് അശ്വതി നക്ഷത്രക്കാർ കടന്നു പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അവർക്ക് അതിൽ നിന്നൊക്കെ ഇഷ്ടകാര്യങ്ങൾ നേടിയെടുക്കാൻ, ഏത് കാര്യത്തിൽ പ്രവർത്തിച്ചാലും അതിലൊക്കെ വിജയിച്ചു വരാനുള്ള യോഗമുള്ള ഒരു വർഷമാണ് ഈ 2025 എന്ന് പറയുന്നത്. അതുപോലെ PSC പരീക്ഷകള്, സിവിൽ സർവീസ് പരീക്ഷകള്, മറ്റ് മത്സര പരീക്ഷകളുടെ എൻട്രൻസ്, ഇതൊക്കെ എഴുതുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം കേട്ടോ. PSC ഒക്കെ എഴുതി ജോലി കിട്ടാനൊക്കെ സാധ്യതയുള്ള ഒരു സമയത്തിലൂടെ കൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എഫോർട്ട്, നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് പോവുക. ഈ വിഷുബലത്തിന്റെ ഭാഗ്യം കൂടി ചേരുമ്പം എല്ലാം മംഗളമായി കിട്ടുന്നതാണ്. അങ്ങനെ എല്ലാം തൊട്ടതെല്ലാം പൊതുവെ പൊന്നാക്കുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ അശ്വതിക്കാർ ശ്രദ്ധിക്കണം കേട്ടോ. പ്രത്യേകിച്ചും ശത്രുദോഷങ്ങൾ വളരെ കൂടാൻ സാധ്യത കാണുന്നുണ്ട്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചില മിത്രങ്ങൾ പോലും ജീവിതത്തിൽ ശത്രുക്കളായി തീരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില തർക്കങ്ങള്, വഴക്കുകള്, പിണക്കം, കലഹം, ഇതൊക്കെ സുഹൃത്തുക്കളുമായിട്ടും കുടുംബത്തിലെ ബന്ധുക്കളുമായിട്ടും ഉണ്ടാകാൻ സാധ്യത ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാലം കൂടിയാണ് വരാൻ പോകുന്നത്. ചില ധനപരമായിട്ടുള്ള തർക്കങ്ങൾ, സ്വത്തുപരമായിട്ടുള്ള തർക്കങ്ങൾ, ചില ഇടപെടലുകൾ കൊണ്ടുണ്ടാവുന്ന വഴക്കുകൾ, ഇതൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളുമായിട്ടും അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലെ, അതായത് ബന്ധുക്കളുമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളതാണ്. അത് ചിലപ്പം മൂർച്ഛിക്കാനും ചിലപ്പോൾ ആ കലഹം ഒന്ന് പൊട്ടി ഇളകി പുറപ്പെടാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്ന ഒരു സമയമാണ്. കഴിയുന്നതും അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും ഈ ഒരു സമയത്ത് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. ചിലപ്പം വഴക്കിട്ട്, ഒരു വീട്ടിലൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വഴക്കിട്ട് മാറി താമസിക്കാൻ വരെ യോഗമുള്ള സമയമാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ വഴക്കിട്ട് മാറാൻ വരെ, വീട് മാറി താമസിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. മിത്രങ്ങൾ ശത്രുക്കളാകും. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബന്ധുക്കൾ ചില ഇതുകൾ കൊണ്ട്, പ്രശ്നങ്ങൾ കൊണ്ട് ശത്രുക്കളായി തീരുന്ന ഒരു കാലവും വരാൻ പോകുന്നുണ്ട്. അതൊരു ദോഷമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ കേസ്, കോടതി, നിയമ നടപടികൾ, ഇതൊക്കെ ആയിട്ട് മൂവ് ചെയ്യുന്നവർക്ക് കുറച്ചൊരു വൈകും. അതായത് ഉടൻ തന്നെ നമ്മൾ വിചാരിച്ച രീതിയിൽ ഒരു ഫലം കിട്ടില്ല. പല കാര്യങ്ങൾക്കും തടസ്സം വരും. നമ്മൾ വിചാരിച്ച സമയത്ത് തീർപ്പാകാതെ കുറച്ച് നീങ്ങിപ്പോകാനും കുറച്ച് വൈകാനും ഒക്കെയുള്ള സാധ്യതയും കാണുന്നുണ്ട്. ശത്രുദോഷം സൂക്ഷിക്കണം കേട്ടോ. നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ തന്നെ ആയിരിക്കും നമുക്ക് ശത്രുക്കളായിട്ട് വരുന്നത്. പൊതുവേ നോക്കുന്ന സമയത്ത് അശ്വതിക്ക് ഒരു ദോഷമായിട്ട് കാണുന്നത് ഈ ശത്രുദോഷമാണ്. അത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം മംഗളമായിട്ട് വരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരു അശ്വതിക്കാരനോ അശ്വതിക്കാരിയോ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ അവരോട് പറയുക. അവരിത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം, ഇത് കേട്ടിരിക്കണം, ഇത് അറിഞ്ഞു മുന്നോട്ട് പോവുക. പരിഹാരക്രിയകൾ ഞാൻ 1-2 പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വീട്ടിനടുത്ത് ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ ഈ ശത്രുദോഷം തീരാൻ വേണ്ടി ഈ വിഷു പിറക്കുന്നതിന് മുമ്പായിട്ട് ഒരു അഘോര പുഷ്പാഞ്ജലി നടത്തുക. അഘോര പുഷ്പാഞ്ജലി എന്ന് പറയും. എല്ലാ ശിവക്ഷേത്രത്തിലും നടത്തിത്തരും. അഘോര പുഷ്പാഞ്ജലിക്ക് രസീതാക്കുക. ഇനി ശിവക്ഷേത്രം അടുത്തില്ലെങ്കിൽ ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, പ്രത്യേകിച്ചും ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ഈ ശത്രുദോഷം മാറാനായിട്ട് ചെയ്യുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വീട്ടിനടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ ആ അമ്പലത്തിൽ പോയി അശ്വതി നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പറ്റിയാണ് തിരുമേനി ഈ വീഡിയോയിൽ പരാമർശിച്ചിട്ടുള്ളത്. അതായത് ഈ വിഷു മുതൽ 2026 വിഷു വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത്. സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായി വളരെയധികം നല്ല കാര്യങ്ങളാണ് ഈ വിഷുവിലൂടെ അശ്വതി നക്ഷത്രത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് വന്നു ചേരാൻ പോകുന്നത്. ധാരാളം ഐശ്വര്യവും സമാധാനവും സമ്പത്തും അതുമാത്രമല്ല വളരെ ഭാഗ്യം ചെന്ന അവസരങ്ങളുമാണ് അവർക്ക് വരാനുള്ളത്. അവരുടെ കർമ്മ മേഖലകളിൽ അവർക്ക് വളരെ നല്ല കാര്യങ്ങൾ നടക്കുമെന്നാണ് തിരുമേനി ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ
അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെപ്പറ്റിയും അവരുടെ പ്രവൃത്തി മേഖലയിലും കർമ്മ മേഖലയിലും കുടുംബജീവിതത്തിലും ഉണ്ടാകുന്ന ഉയർച്ചയെപ്പറ്റിയുമൊക്കെയാണ് പറയുന്നത്. വീഡിയോ മുഴുവനായി കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന്, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വളരെ നല്ല ഒരു സമയത്തിലൂടെയാണ് അശ്വതി നക്ഷത്രക്കാർ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഈ വർഷം വളരെ നല്ല ഒരു സമയമാണ് വരാൻ പോകുന്നതെന്നാണ് തിരുമേനി പറയുന്നത്.